ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, ഞാനേ ഗാഥയെ തിരിച്ചു വിളിക്കാം. നവീൻ എന്റെ കൂടെയുണ്ട്. പൂജയുടെയും വ്രതത്തിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടെ നീ എന്താ ഏതോ ആകാശത്തുനിന്ന് പൊട്ടി വീണവളെ പോലെ സംസാരിക്കുന്നോ? ഇപ്പൊ എന്താ നിനക്ക് ദൈവങ്ങളെ പേടിയില്ലേ? ആചാരങ്ങളെ പേടിയില്ലേ? നീ നവീനുമായിട്ട് കുറങ്ങി നടക്കാണല്ലേ? നവീന് 41 ദിവസം ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇതാണോടി നിന്റെ ബ്രഹ്മചര്യം? ഞാൻ പറയുന്നതൊന്നും കേക്കൂ. എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ആഹാ, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയാ. എന്താടി നിന്റെ ഉദ്ദേശം? ഒരു ചെറിയ അവസരം കിട്ടിയാല് ഉടനെ അതങ്ങ് ഉപയോഗിക്കുകയാണല്ലേ? നീ പൂജ നടത്താനാണോ കളരിക്കലേക്ക് പോയത്? അതോ എങ്ങനെങ്കിലും നവീനെ വശത്താക്കാനാണോ? ഗദ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞില്ലേ? അത് എന്താ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഞാൻ ഇടപെടണോ? വേണ്ട നവീൻ. എടോ, തന്നെ ശല്യം ചെയ്യുന്നല്ലോ. എന്റെ ഭാര്യയെ ഇനി ആരെങ്കിലും ശല്യം ചെയ്താല് അവരെ ഞാൻ വെറുതെ വിടില്ല. എന്നെ ഒരു ശല്യം ചെയ്തിട്ടൊന്നുമില്ല. ഞാനിതേ വരാം. ഗാഥ, ഫോൺ വെക്ക്, അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും. എന്ത് പ്രശ്നമാവാൻ? അവൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ അവള് ഫോൺ കട്ട് ചെയ്തു. ഞാൻ ആരാ മമ്മി? അവളുടെ വേലക്കാരിയോ? നവീൻ അവളോട് ചോദിക്കുന്നത് ഫോണിലൂടെ ഞാൻ കേട്ടു. അവളെ ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തല്ലാൻ വരെ തയ്യാറാണെന്നാ നവീൻ പറയുന്നത്. മണ്ടത്തരം പറയാതെ മാഡം. കൂടെ നടക്കുന്നത് ഗാഥാ മാഡം ആണെന്ന് കരുതിയിട്ടല്ലേ നവീൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സിനി പറഞ്ഞത് സത്യല്ലേ? കൂടെ നടക്കുന്നത് നീയാണെന്ന് കരുതി നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയല്ലേ നവീൻ ചെയ്യുന്നത്? പിന്നെ എങ്ങനെയാ മോളെ അത് തെറ്റാന്ന് പറയുന്നത്? മമ്മി, വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികളാണ് നിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതെല്ലാം അവസാനം കാര്യങ്ങൾ അപകടത്തിലാക്കും കഥ. അത് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കേ. മമ്മിയോടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാ കാര്യങ്ങൾ പരിഹരിക്കാനേ എനിക്ക് നേരിട്ട് ഇറങ്ങേണ്ടി വരുന്നത്. ആകെപ്പാടെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണല്ലോ സിനി. സിനി, കൃഷ്ണയെ ഒന്ന് വിളിച്ച് സംസാരിക്കോ? മാം, നവീന്റെ ഒപ്പം പോകാൻ കുടുംബക്കാര് നിർബന്ധിക്കുന്നുണ്ടാവും. അവൾക്ക് എത്രയാന്ന് പറഞ്ഞ ഒഴിഞ്ഞു മാറാൻ പറ്റുക? അവളുടെ കണ്ടീഷൻ നമ്മളൊന്ന് ആലോചിക്കണ്ടേ? പറയാൻ എളുപ്പമാണ് മാം. പക്ഷെ ഒരു വലിയ തറവാട്ടില് ഒരു പെണ്ണ് വേഷം മാറി പിടിച്ചു നിൽക്കാന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല.